ഗാസയിൽ ഇസ്രായേലിന്റെ വമ്പൻ ഓപ്പറേഷൻ. ഗാസയെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിലെ പാലസ്തീനികളെ, മധ്യ ഗാസയിലെയും വടക്കൻ ഗാസയിലെയും പാലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നു. തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക്, മാനുഷിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. ഗാസയെ കീറി മുറിക്കുന്നു, വെട്ടിമുറിക്കുന്നു ഇസ്രായേലി സേന. മധ്യ ഗാസയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ വമ്പൻ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയ്ക്ക് ഏറ്റവും രൂക്ഷമായ റോക്കറ്റ് ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അതിർത്തിക്ക് നേരെ മധ്യ ഗാസയിലെ ബുറിജിയ പ്രദേശമടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഗാസയിലേക്ക് ഹമാസിന്റെ വമ്പൻ നീക്കം ആരംഭിച്ചത്. മധ്യ ഗാസയിലെ പ്രദേശങ്ങളിൽ മുഴുവൻ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ഇസ്രായേലി സേന നൽകിയിരിക്കുന്നു. ഗാസയെ കീറി മുറിച്ചുകൊണ്ട് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളെ മുഴുവൻ ഇസ്രായേലിനൊപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിമാരകമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയിരുന്നു. ഗാസ സ്ട്രിപ്പിലെ ഒരുവിധം എല്ലാ പ്രദേശങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം 2-3 തവണയായി ഇസ്രായേലിന് നേരെ ഇസ്രായേൽ അതിർത്തികൾ ലക്ഷ്യമിട്ട് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാവുന്നത്. ഒരു തവണ ഗാസയിൽ നിരീക്ഷണ പറക്കലുകൾ നടത്തിയിരുന്ന ഇസ്രായേലി സേനയുടെ IDFന്റെ ഹെലികോപ്റ്ററിന് നേരെ ഒരു മിസൈൽ പ്രയോഗിച്ചു. സർഫസ് ടു സർഫസ് മിസൈലാണ് പ്രയോഗിച്ചത്. എന്നാൽ ആ മിസൈൽ ഹെലികോപ്റ്ററിനെ ഇടിക്കുന്നതിന് മുൻപ് തന്നെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ആ മിസൈലിനെ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഗാസ അതിർത്തിയിൽ നിന്നും ഇസ്രായേലിന് നേരെ 2 മിസൈലുകൾ പ്രയോഗിച്ചു. 2 മിസൈലുകളും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം തകർത്തു. എന്നാൽ ഇതിനെ നിസ്സാര കാര്യമായി ഇസ്രായേൽ കരുതുന്നില്ല. ഗാസയിലെ ഹമാസിൻ്റെയും അതുപോലെ തന്നെ അൽഖസം ബ്രിഗേഡിൻ്റെയും ഒക്കെ ശക്തി പൂർണ്ണമായും ചോർന്നു എന്ന് ഇസ്രായേൽ കരുതിയിരുന്നിടത്താണ് അപ്രതീക്ഷിതമായ ഇത്തരമൊരു തിരിച്ചടി ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയത്. ഇതിലൂടെ ഇസ്രായേലിനൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഇപ്പോഴും ഈ മധ്യ ഗാസയുടെ വിവിധ മേഖലകളിൽ ജബാലിയയിൽ, ഖാൻ യൂനിസിൽ, ബെയ്ത്തുൽ ലഹിയിൽ, ബെയ്ത്ത് ഹനൂനിൽ, അതുപോലെ നുസറൈത്തിലടക്കം ഇപ്പോഴും ഹമാസിൻ്റെ സാന്നിധ്യമുണ്ട്. ഹമാസിൻ്റെ ഭീകരന്മാർ എവിടെയൊക്കെയോ ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലിന് നേരെ ഇപ്പോഴും ഗറില്ല മോഡൽ യുദ്ധം നടത്തുകയാണ്. അതിനിയും അനുവദിച്ചുകൂടാ. ജനുവരി മാസം 20-ന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഗാസയിലെ ഓപ്പറേഷൻ നിർത്തണമെന്നാണ് ഇസ്രായേലിൻ്റെ താല്പര്യം. അതിനു മുൻപ് തന്നെ ഗാസയിലെ ഹമാസിനെ പരിപൂർണമായും തകർക്കുക. അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ തിരിച്ചടി സമാനതകളില്ലാത്തതാണ്. ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ച തിരിച്ചടിയല്ല. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടിക്ക് കൃത്യമായ പകരം വീട്ടണം. പകരം വീട്ടുക മാത്രമല്ല, ഇനി ഇസ്രായേലിനെതിരെ ഒരു റോക്കറ്റ് അയക്കാനുള്ള ശേഷി അതിർത്തിയിലെ ഗാസയിലെ ഹമാസിനുണ്ടാകരുത്. അതിനുവേണ്ടി ഒരു ഹമാസ് ഭീകരൻ പോലും ഇനി അവിടെ അവശേഷിക്കരുത്. ഇതാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗാസ അതിർത്തി പൂർണ്ണമായും ഇസ്രായേൽ ഒഴിപ്പിക്കുന്നത്. ഗാസയിൽ പാലസ്തീനികൾ വേണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. പാലസ്തീനികളില്ലാത്ത ഗാസയ്ക്കായി ഇസ്രായേൽ നടപടി തുടങ്ങിയിരിക്കുന്നു. പാലസ്തീനികളെ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്നും കിലോമീറ്ററുകൾ അകലേക്ക് തള്ളുകയാണ് ഇസ്രായേലി സേന. ഇനി ഒരു റോക്കറ്റ് തൊടുക്കാൻ ഗാസയിൽ ഹമാസിന് ശേഷിയുണ്ടാവരുത്. ഗാസയിൽ ഹമാസിൻ്റെ ഭീകരന്മാർ അവശേഷിക്കരുത്. ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഗാസ അതിർത്തിയിലെ ഇസ്രായേൽ കമ്മ്യൂണിറ്റികളിൽ വെള്ളിയാഴ്ച നിരവധി തവണയാണ് റോക്കറ്റ് സൈറണുകൾ മുഴങ്ങിയത്. എൻക്ലേവിൽ നിന്നുള്ള തീപിടുത്തത്തിൻ്റെ തുടർച്ചയായ 8-ാം ദിവസത്തിൽ IDF ഭീകരരുടെ 40ഓളം സ്റ്റേജിംഗ് ഗ്രൗണ്ടുകൾക്കും ഹമാസ് കമാൻഡ് സെൻറ്ററുകൾക്കും നേരെ IDFന്റെ വ്യോമാക്രമണമുണ്ടായി. ഗാസയ്ക്ക് മുകളിലൂടെ പറന്ന ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിന് നേരെ ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് മിസൈൽ വിക്ഷേപിച്ചതാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ബിയേരിയയിൽ സൈറണുകൾ മുഴങ്ങുന്നതിന് കാരണമായത്. സെൻട്രൽ ഗാസയിലെ ബുറൈജ് ഏരിയയിൽ നിന്ന് ഭീകരർ തൊടുത്തുവിട്ട മിസൈൽ ഹെലികോപ്റ്ററിൽ ഇടിക്കുന്നതിന് അടുത്തെത്തുന്നതിന് മുൻപ് അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം വിജയകരമായി വെടിവെച്ചിട്ടതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വടക്കൻ ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ അതിർത്തി നഗരമായ ഡെറോട്ടിൽ 2 റോക്കറ്റുകൾ വിക്ഷേപിച്ചു. സൈന്യം നൽകുന്ന വിവരങ്ങൾ പ്രകാരം റോക്കറ്റുകളിലൊന്ന് കിബ്ബട്സ് നിറാമിന് സമീപം പതിച്ചപ്പോൾ
മറ്റൊന്ന് തുറന്ന ഭൂപ്രദേശത്താണ് വീണത്. ഗാസയിൽ നിന്നുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണത്തിന്റെ 8ാം ദിവസമായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞത് 16 റോക്കറ്റുകളെങ്കിലും ഗാസയിൽ നിന്ന് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിന് നേരെ തൊടുത്തു. ഇതേ തുടർന്ന് ബെറിയയിൽ സൈറണുകൾ മുഴങ്ങി. മധ്യ ഗാസയിലെ ബുറൈജ് പ്രദേശത്തെ പാലസ്തീൻ സിവിലിയന്മാർക്ക് IDF പലായനം ചെയ്യാനുള്ള, ഒഴിഞ്ഞു പോകാനുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇതിന് പിന്നാലെ നൽകിയത്. ഭീകര സംഘടനകൾ ഈ പ്രദേശത്ത് നിന്ന് വീണ്ടും ഇസ്രായേലിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിക്കുകയാണ്. ഇതിനു മുൻപ് നിരവധി തവണ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. IDFന്റെ അറബി ഭാഷാ വക്താവ് കേണൽ അവിജയ് അദ്രി ഒഴിപ്പിക്കേണ്ട പ്രദേശങ്ങളുടെ ഭൂപടമടക്കം ഉൾപ്പെടുത്തിയാണ് എക്സിൽ ഈ മുന്നറിയിപ്പ് നൽകിയത്. തെക്കൻ ഗാസയിലെ മാനുഷിക മേഖലകളിലേക്ക് IDF ആക്രമണം നടത്തുന്നതിന് മുൻപ് ഒഴിഞ്ഞു പോകാൻ സിവിലിയന്മാരോട് IDF അഭ്യർത്ഥിക്കുന്നു. ഇനിയും നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ ദുരന്തത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം, ഏതാനും സമയത്തിനകം ഈ മേഖലയിലേക്ക് IDFന്റെ അതിശക്തമായ ആക്രമണമുണ്ടാകും. ഇസ്രായേൽ വ്യോമസേന ഈ മേഖലകളിലേക്ക് ബോംബിംഗ് നടത്തും. കഴിഞ്ഞ ദിവസം ഗാസ മുനമ്പിൽ ഉടനീളമുള്ള 40 ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയതായി IDF വ്യക്തമാക്കി. തീവ്രവാദികൾക്കും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർക്കും ഹമാസ് കമാൻഡ് സെന്ററുകൾക്കും സ്റ്റേജ് ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസി നൽകിയ രഹസ്യാന്വേഷണ വിവരം ഉപയോഗിച്ച് IDFന്റെ സദേൺ കമാൻഡുമായി സംയുക്ത ഓപ്പറേഷനിലാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത്. ലക്ഷ്യസ്ഥാനത്ത് ഡസൻ കണക്കിന് ഹമാസ് പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നുവെന്നാണ് IDF നൽകുന്ന വിവരം. ഈ ആക്രമണത്തിൽ ഇവരിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടിരിക്കാം. ഈ പ്രദേശങ്ങളിലെ പാലസ്തീനികളുടെ വീടുകളിൽ ഹമാസ് ഭീകരന്മാർ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട്. ഹമാസ് ഭീകരന്മാർക്ക് പാലസ്തീനികൾ ഒളിയിടം ഒരുക്കുകയാണ്. ഇനിയും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ നടപടി ഉണ്ടാകില്ല. ഇനി ആക്രമണം അതിരൂക്ഷമായിരിക്കുമെന്നും IDF മുന്നറിയിപ്പ് നൽകുന്നു. തീവ്രവാദ ആവശ്യങ്ങൾക്കായി ഗാസ മുനമ്പിലെ സിവിലിയന്മാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ഹമാസ് ഉപയോഗിക്കുന്നുവെന്നാണ് IDF കണ്ടെത്തിയിരിക്കുന്നത്. വടക്കൻ ഗാസയിലെ ജബാലിയയിലെ ഹമാസ് പ്രവർത്തകർ തമ്പടിച്ചിരുന്ന ഒരു മുൻ സ്കൂളിൽ നിന്നുള്ള ഡ്രോൺ ദൃശ്യങ്ങൾ IDF വെള്ളിയാഴ്ച പുറത്തുവിട്ടു. തകർന്ന സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ നിരവധി ആക്രമണ റൈഫിളുകൾ വീഡിയോയിൽ കാണാം. IDF പറയുന്നതനുസരിച്ച് ഗിബാറ്റി ബ്രിഗേഡിന്റെ സൈന്യം സ്കൂളിൽ തിരച്ചിൽ നടത്തി. നിരവധി ആയുധങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തി. അടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഒരു സൈനികർ ഒരു കുട്ടിയുടെ കിടപ്പുമുറിയിൽ RPG-കൾ കണ്ടെത്തിയതായും സൈന്യം സ്ഥിരീകരിച്ചു. ജബാലിയയിലെ ഓപ്പറേഷനിൽ ഗിബാറ്റി സൈനികർ ഡ്രോൺ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തകർ അവർ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് സമീപം ബോംബുകൾ സ്ഥാപിക്കുന്നത് കണ്ടെത്തി. പിന്നാലെ ഈ പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തുവെന്നും സൈന്യം കൂട്ടിച്ചേർക്കുന്നു. രാത്രിയിലും വെള്ളിയാഴ്ച രാവിലെയുമായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം 30 പേരെങ്കിലും ഗാസയിൽ കൊല്ലപ്പെട്ടുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സെൻട്രൽ ഗാസയിലെ നുസറൈത്ത്, സ്വൈദ, മഗാസി, ദേർ അൽ ബലാഹ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ 1 ഡസനിലധികം സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതായി അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിലെ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുകയാണ്. സമാനതകളില്ലാത്ത ആക്രമണത്തിനൊരുങ്ങുകയാണ് ഗാസയിൽ ഇസ്രായേലി സേന.